ശ്രീമദ് ഭാഗവതം ഒരു സർവോത്തമമായ ലൈഫ് സയൻസ് എന്ന് പറയും, ജീവിതശാസ്ത്രമാണ്. നമ്മൾ ഒരു ലൗകിക ജീവിതത്തിൽ പോലും മനുഷ്യന് നല്ല കുടുംബം വേണം, എല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ എങ്ങനെയാണ് ഈ കുടുംബം ഉണ്ടാവുന്നത്? ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ പിടിയൊന്നുമില്ല. കുഞ്ഞുങ്ങളുണ്ടാവുന്നു, അവർ വളരുന്നു, അവർ കല്യാണം കഴിക്കുന്നു, അങ്ങനെയാണ് ഒരു കുടുംബം ഉണ്ടാവുന്നതെന്ന ഒരു ധാരണയിലാണ് കൂടുതലും മനുഷ്യൻ. ഭാഗവതത്തിൽ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, നല്ല കുടുംബം എന്ന് പറയുന്നത് മുഴുവൻ നല്ല കുഞ്ഞുങ്ങൾ, സംസ്കാരമുള്ളൊരു കുഞ്ഞുങ്ങളുണ്ടാവണം. അപ്പം ആ സംസ്കാരമുള്ള കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ അതിന് സ്ത്രീയാണ് ഗർഭിണിയാവേണ്ടത്, അമ്മയാണ്. ആ സ്ത്രീകള് ഗർഭം എടുക്കുന്നതിന്, ഗർഭധാരണത്തിന് മുമ്പ് എടുക്കേണ്ടുന്നൊരു വ്രതമുണ്ട്. അതാണ് പയോവ്രതം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രം മനസ്സിലാക്കാത്ത ജീവിതത്തെക്കുറിച്ചുള്ള പരമയാഥാർത്ഥ്യം. ഇന്ന് നോക്കൂ, നമ്മുടെ ഭാരതത്തിൽ സർവശ്രേഷ്ഠരായ ആളുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം ഇന്ന് ഭാരതം തല ഉയർത്തി നിൽക്കുന്നത്. ലോകത്തിന് ഒരു ശങ്കരാചാര്യ സ്വാമികളെ, ഒരു നാരായണ ഗുരുദേവനെ, ഒരു രാമകൃഷ്ണ പരമഹംസരെ, ഒരു വിവേകാനന്ദ സ്വാമികളെ ഒന്നും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഭാരതത്തിനെ സാധിച്ചിട്ടുള്ളൂ. ഇന്ന് ലോകം പിന്തുടരുന്ന, ആഗ്രഹിക്കുന്ന നല്ല ഒരു ലോകം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഇതൊക്കെ ഭാരതത്തിലെ ഋഷിവര്യന്മാരുടെ ദർശനങ്ങളാണ്. അപ്പം അങ്ങനെ ഈ ഋഷിവര്യന്മാര് ഇത് തന്നപ്പോൾ അവര് നമുക്ക് തന്ന മറ്റൊന്നാണ് നല്ല സന്താനങ്ങൾ ഉണ്ടാവുക. ഇത് നമ്മുടെ പെൺകുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ, കുലസ്ത്രീകൾക്ക് ദോഷം വന്നാൽ, പ്രത്യുഷ്യന്തോ കുലസ്ത്രീയ, ഗീതയിൽ 1-ാം അധ്യായത്തിൽ അർജുനൻ പല വേവലാദികൾ പറയുന്നുണ്ട്. കുലസ്ത്രീകൾ പോയാൽ പിന്നെ കുലധർമ്മ നഷ്ടം, കുലധർമ്മങ്ങൾ നഷ്ടമായാൽ, കുലധർമ്മങ്ങൾ നഷ്ടമായാൽ കുലം തന്നെ ഇല്ലാതായിത്തീരും. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു നഷ്ടത്തിലേക്ക് ക്രമേണ പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട. ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ ഈ സംസ്കാരത്തിൽ നിന്നും വളരെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. വിദേശത്തേക്ക് ചേറിക്കേറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭാരത സംസ്കാരവുമായിട്ട് വലിയൊരു ബന്ധമില്ല. ഇന്ന് അവർ പാശ്ചാത്യ സംസ്കാരമായ പട്ടിയെ വളർത്തുക, പട്ടിയെ കൂടെ നിർത്തുക, പട്ടിയിൽ ആനന്ദം കണ്ടെത്തുക, അങ്ങനെ ഒരു പട്ടിയിലേക്ക് മനുഷ്യൻ ചുരുങ്ങി. ഈ ഗോഡ് എന്ന വാക്ക് തിരിച്ചിട്ടാൽ ഡോഗ് നായി. ഇംഗ്ലീഷില് ഗോഡ് എന്ന വാക്ക് തിരിച്ചിട്ടാൽ GOD എന്ന് തിരിച്ചിട്ടാൽ ഇതായി DOG ആയി. ഇന്നത്തെ തലമുറയ്ക്ക് ഗോഡ് വേണ്ട, ഏത് മതി? ഡോഗ് മതി. ആ ലോകത്തിലേക്ക് അവർ തിരിഞ്ഞു പോയത് എവിടുന്നാണ് ഇതിൻ്റെ ആരംഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള കാലെങ്കിലും നിങ്ങൾ കുട്ടികളോട് പറയണം, കല്യാണം കഴിച്ചാൽ അവർക്ക് കുഞ്ഞുങ്ങളല്ല വേണ്ടത്, അവർക്ക് മഹാന്മാരല്ലെങ്കിൽ മഹതികൾ ഉണ്ടാവണം. അതിനെടുക്കേണ്ടുന്ന വ്രതമാണ് പയോവ്രതം. ഭാഗവതത്തിൽ 8-ാം സ്കന്ധത്തിൽ 15-ാം അധ്യായത്തിൽ പയോവ്രതത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. 12 ദിവസം കൂടുമ്പോൾ 12 ദിവസം അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട ഒരു വ്രതം. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു വലിയ സയൻസാണ് ഈ പഠിപ്പിക്കുന്നത്. ഒരു അമ്മ ഗർഭിണിയാവുന്ന പ്രക്രിയയെ ഭാരത ഋഷിവര്യന്മാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും ഉത്തരം തരാൻ സാധിക്കാത്ത, എല്ലാ തരത്തിലും ആരോഗ്യമുള്ള അച്ഛനമ്മമാർക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ടാകും. കഴിഞ്ഞ ഒരു ദിവസം നിങ്ങൾ കണ്ടു, തിരുവനന്തപുരത്ത് അച്ഛനെയും അമ്മയും വെട്ടിക്കൊന്നൊരു മകൻ.
ഇങ്ങനെ ക്രൂരനായിട്ടുള്ളൊരു മകൻ. ഇന്ന് എത്രയോ കുട്ടികൾ ഡ്രഗ്സിൽ വീണ് പോയിട്ട് ഡിപ്രഷനിൽ പോയിട്ട് താളം തെറ്റി കിടക്കുന്ന വീടുകളുണ്ട്. പ്രേമങ്ങളിൽ പെട്ടുപോയി അതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് പിന്നെ ചതിയാണെന്ന് തിരിച്ചറിഞ്ഞ ഡിപ്രഷനിൽ പോയ കുട്ടികളുണ്ട്. എത്രയോ അമ്മമാരും അച്ഛന്മാരും ഇന്ന് മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന കാലഘട്ടമാണത്. ഇവിടെയൊക്കെ എന്താണ് തെറ്റുപറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞ് പലപ്പോഴും സ്ത്രീ പുരുഷ ബന്ധങ്ങൾ വരുമ്പോൾ അതൊരു ആവേശത്തിലോ കാമാവേശത്തിലൊക്കെ ആകുമ്പോൾ അബദ്ധത്തിലെങ്ങാനൊരു കുട്ടി വീണാൽ ആ ഗർഭം ധരിക്കുന്നത് മുതൽ അവരുടെ ഉള്ളിൽ ഇത് വേണ്ടായിരുന്നു 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 വേണ്ടായിരുന്നു. ഇത് കർണൻ പണ്ട് ഗാന്ധാരിയോട് കുന്തിയോട് പറഞ്ഞ പോലെയാണ്. എന്നെ വേണ്ട എന്ന് വെച്ച ഒരാളെ ഞാനും ഒരു ദിവസം വേണ്ട എന്ന് വെക്കും. അപ്പൊ ഇതിനെ മനസ്സുമായിട്ട് വളരെ ബന്ധമുണ്ട് എന്നർത്ഥം. അപ്പൊ ഒരു ഗർഭിണിയാവുന്ന കുട്ടി അനുഷ്ഠിക്കേണ്ടുന്ന വ്രതമാണ് പയോവ്രതം. എന്നാൽ 10,000-കണക്കിന് സ്പേമുകളിൽ ഒരു നല്ല സ്പേമിനെ തിരഞ്ഞെടുക്കാൻ അണ്ഡത്തെ പ്രാപ്തമാക്കുന്ന വ്രതമാണ് പയോവ്രതം. ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല നഴ്സറിയിൽ പോയി നല്ല ആരോഗ്യമുള്ള ഒരു ചെടിയെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ്. ഇപ്പം നിങ്ങൾക്കൊരു തെങ്ങിൻ തൈ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നഴ്സറിയിൽ പോയാൽ നല്ല കടവണ്ണവും ധാരാളം അത്യാവശ്യം ഇലയും വിടർന്ന ഇലയും ഒക്കെ ആരോഗ്യമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് വാങ്ങിക്കുക. ആണോ അല്ലേ? എല്ലിച്ചതും വളരാത്തതും വളർച്ചയില്ലാത്തതും വാങ്ങിക്കുമോ? ഇതുപോലെ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, പ്രകൃതിയുടെ നോക്കൂ. നിങ്ങൾ ഈ നാടൻ മാവിൻ്റെ ഒക്കെ കൊലയെടുത്ത് നോക്കിയാൽ അതിൽ നല്ല തുടമുള്ള മാങ്ങയുണ്ടാവും, വളർച്ചയില്ലാത്ത പേട്ട് മാങ്ങകളുണ്ടാവും. ഉണ്ടാവില്ലേ? ചിലപ്പോൾ തെങ്ങിൻ്റെ കൊലയിലും കാണാം നമുക്ക് നല്ല ആരോഗ്യമുള്ള തേങ്ങയുണ്ടാവും, ചിലപ്പം പേട്ട് തേങ്ങകൾ അതിൻ്റെ അകത്തുണ്ടാവും. ഉണ്ടാവില്ലയോ? ഒരു കൊലയിൽ തന്നെ. ഇതുപോലെ മനുഷ്യന്റെ ബീജത്തിലും യോഗ്യതയുള്ള ബീജാണുക്കളും ഉണ്ടാവും, അപകടകാരികളായ ബീജാണുക്കളും ഉണ്ടാവും. അതിൽ അപകടകാരിയായൊരു ബീജാണുവിനെ തിരഞ്ഞെടുക്കരുത്. ഏറ്റവും സർവശ്രേഷ്ഠമായ ബീജത്തെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നത് മോഡേൺ സയൻസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെയാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറയുന്നത് ഇതിനൊരു പരിഹാരമാണ് ഏത്? പയോവ്രതം. അപ്പൊ അവർക്ക് മനസ്സിലായി 3 കാര്യങ്ങൾ നല്ല ബീജത്തെ തിരഞ്ഞെടുക്കാൻ വേണം. ഇതിന് പറയും അണ്ഡപുഷ്ടി, സങ്കല്പശക്തി, കാല അനുകൂലത. അപ്പൊ ഇവിടെയാണ് ഈ ഉപാസനയുടെയൊക്കെ ശക്തി, ഉപാസനയൊക്കെ നൽകുന്ന കരുത്ത്. കാലം അനുകൂലമാകുമ്പോൾ പറയും ഇപ്പോൾ സമയം നല്ലതാണ്. പരാശര മഹർഷി തോണിയിൽ സഞ്ചരിക്കുമ്പോഴാണ് സത്യവതി ദേവിയോട് പറയുന്നത് മുഹൂർത്തം ശ്രേഷ്ഠം ദേവി. ദേവി പറഞ്ഞു അഹം തു കന്യക, ഞാൻ കന്യകയാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപവാദം മോശമല്ലേ? പറഞ്ഞു ദേവിക്ക് അത്രയും ഒരു അനുഗ്രഹം ഉണ്ടല്ലോ. പറഞ്ഞു മഹാനായൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ എൻ്റെ ജീവിതം ഒന്നും അപകടത്തിലാവില്ല. അങ്ങനെ ഒരു മറവുണ്ടാക്കി അങ്ങനെ ബീജം പകർന്നു കൊടുത്ത് പിന്നീട് ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരു ദ്വീപിലേക്ക് പോയി. അവിടെ ജന്മം കൊടുത്ത കുഞ്ഞാണ് പിൽക്കാലത്ത് വേദവ്യാസ മഹർഷി എന്നും മുമ്പ് കൃഷ്ണ ദ്വൈപായനൻ എന്നറിയപ്പെടുന്ന പുത്രനായത്. മുക്കുവസ്ത്രീയിൽ പരാശര മഹർഷിക്കുണ്ടായ പുത്രനാണ്. ഏറ്റവും സർവശ്രേഷ്ഠമായ മുഹൂർത്തം. മനസ്സിലാവുണ്ടോ? ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട വ്രതമാണ് ഇത് പയോവ്രതം. എന്താണ് ഈ പയോവ്രതം? സ്ത്രീയുടെ അണ്ഡം എന്ന് പറയുന്നത് രക്തത്തിൻ്റെ ശുദ്ധീകരിക്കപ്പെട്ട ഭാവമാണ്.
അപ്പം രക്തത്തിനകത്ത് വേണ്ടത്ര പ്രോട്ടീനും മിനറൽസും ഒക്കെ ഉണ്ടാവണം. അപ്പോഴാണ് അണ്ടപുഷ്ടി വരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ അതിന് വേണ്ടുന്നത് പാല്, കാൽഷ്യം അതിൻ്റെ ഒരു പ്രധാന ഘടകമായിരിക്കാം. അതുകൊണ്ടാണ് പയോവൃതം എന്നത് പാലുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ പഴവർഗ്ഗങ്ങൾ, വിത്തുകൾ ധാരാളമുള്ള പഴവർഗ്ഗങ്ങൾ. വിത്തുകൾ ധാരാളമുള്ള പഴം എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ നിങ്ങൾക്ക്? ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏതായിരിക്കും? വിത്തുകൾ, പേരയ്ക്ക ഒരു ഉദാഹരണമാണ്. മാതള നാരങ്ങ ഇല്ലേ? അതിനകത്തൊക്കെ എന്തുണ്ട്? ബീജം. ബീജം, നല്ല ബീജമുള്ള പഴങ്ങൾ. അപ്പം അങ്ങനെ അണ്ടത്തിന് പുഷ്ടി വരണം, രക്തത്തിന് പുഷ്ടി വന്നാൽ ഏതിന് പുഷ്ടി വന്നു? ഇന്നിപ്പോൾ നോക്കൂ, പലരുടെയും എഗ്ഗിന് പവർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹോർമോൺ കഴിക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ? ആണുങ്ങൾക്ക് പലപ്പോഴും കൗണ്ടിങ് ഇല്ല എന്നൊക്കെ കേട്ടില്ലേ? ഉണ്ടോ? അതൊക്കെ കൂടി വരുന്നൊരു കാലം. ഇവിടെയാണ് ഇത്തരം വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അണ്ടപുഷ്ടി വരുമ്പോഴാണ്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നാമജപവും. എന്ത് വേണം? നാമജപവും. അഷ്ടോത്തരം ജപിക്കണം എന്നൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം സന്താന ഗോപാല മന്ത്രം, ഇന്നിപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു വ്രതനിഷ്ഠയോടെ തയ്യാറാകുമ്പോൾ അണ്ടപുഷ്ടിയും വരും, സങ്കല്പ ശക്തി വരും. അതായത് എനിക്ക് സർവശ്രേഷ്ഠനായൊരു കുട്ടി വേണം, അതാണാവട്ടെ പെണ്ണാവട്ടെ. ആ സങ്കല്പത്തിൽ നിന്ന് ബീജം വരുമ്പോൾ അണ്ടം എക്സാക്ട്ലി അതിലേറ്റവും ആരോഗ്യമുള്ള, ഏറ്റവും സംസ്കാരമുള്ള, സർവശ്രേഷ്ഠനായ ബീജത്തെ ആയിരിക്കും എടുക്കുക. നിങ്ങൾ നോക്കൂ, ചില TV ചാനലൊക്കെ കാണുമ്പോൾ നമുക്ക് കൗതുകം തോന്നാറുണ്ട്. കൊച്ചു കുട്ടികൾ, ഇപ്പം തന്നെ ഒരു ഗംഗ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വയലിനൊക്കെ എന്തൊരു ഗംഭീരമാണ്. ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും കലയുടെ ഔന്നത്യത്തിലെത്തണമെങ്കിൽ അതൊരു പൂർവജന്മത്തിൻ്റെ തുടർച്ച തന്നെയാവണം, അല്ലാതെ ആവാൻ പറ്റില്ല. കാരണം പടിപടിയായി പഠിച്ചു വരാൻ ഇത്തിരി സമയമെടുക്കും. അതുപോലെ തന്നെ ചില കുട്ടികൾ നിങ്ങൾക്ക് കാണാം, എന്ത് ഭംഗിയായിട്ടൊക്കെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന കുട്ടികൾ, എന്ത് ഭംഗിയായിട്ട് ഗീത ആലപിക്കുന്ന കുട്ടികൾ, എന്ത് നന്നായി സംഗീതം പാടുന്ന കുട്ടികൾ. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഞാൻ കഴിഞ്ഞ ദിവസം, എനിക്ക് ഡിസംബർ എൻഡിൽ കാസർഗോഡിലായിരുന്നു സപ്താഹം, കാഞ്ഞങ്ങാട് കടൽ തീരത്ത്. ഒരമ്മ വന്നിട്ട് ചെറിയൊരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ വലിയ ക്രൗഡും തിരക്കൊക്കെ ആയിരുന്നു. ഒരവസരം എൻ്റെ കുട്ടിക്ക് ഒന്ന് സ്വാമിജി കൊടുക്കണമെന്ന്. ഞാൻ വിചാരിച്ചു, ഈ അമ്മ ഈ കൊച്ചു കുഞ്ഞിനെ ഇന്നലെ പ്രസവിച്ച സാധനെ, ഇതിന് മീൻസ് അത്ര പ്രായമില്ല, ആകെ ഉണ്ടാവും ഒരു 2.5 വയസ്സെന്ന് വെച്ചു. 2.5 ഉണ്ടാവും, കഷ്ടിയാണ്. 2.5 വയസ്സുള്ള കുട്ടിക്ക് എത്ര നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം? 2.5 അല്ലെങ്കിൽ 3, അതിൽ കൂടുതലില്ല. ആ എഴുത്തിനിരുത്തേണ്ട ഒരു പ്രായമായി എന്ന് വെച്ചോളൂ. ഇതിനെ കൊണ്ട് എന്ത് ചെയ്യിക്കാനാണ് ഈ അമ്മ? അപ്പം എന്നോട് പറഞ്ഞു, സ്വാമി ഡാൻസ് ഒക്കെ കളിക്കുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയൊക്കെ എനിക്ക് ഈ കുട്ടിക്ക് എത്ര സമയം തരാം നിങ്ങൾക്ക് വരേണ്ടി വരുന്നത്? സ്വാമി ഒരു 5 മിനിറ്റ് തരണം. ഞാൻ നോക്കി എപ്പോഴാണ് ഇതിൻ്റെ സൗകര്യം എന്ന്. ഏതായാലും ഞാൻ പറഞ്ഞു, വൈകുന്നേരം തയ്യാറാക്കി വെച്ചോളൂ, ഞാൻ വിളിക്കാതിരിക്കില്ല. കാരണം ഒരുപാട് നോൺ സ്റ്റോപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ. ഈ അമ്മ കുട്ടിയെ കൊണ്ടുവന്നു. നോക്കുമ്പോൾ നമ്മുടെ കേരള മോഡൽ ഒരു കുട്ടികളുടെ ധാവണിയൊക്കെ ഉടുപ്പിച്ചിട്ട്, ഈ ചെറുതിനെ കൊണ്ടേ അതിനെങ്ങനെ ഉടുപ്പിച്ചു എന്ന് എനിക്കൊരു പിടിയില്ല. കാരണം ഇതെങ്ങനെ വലിച്ചു മുറുക്കി അവിടെ കെട്ടിവെച്ചു എന്നുള്ളത്. ഇത് സ്റ്റേജ് കയറി ഒരു പാട്ട് വെച്ചതും ഞാനത് അവർ റെക്കോർഡ് ചെയ്ത് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഒരു സ്റ്റെപ്പ് പോലും, നിമിഷം പോലും വെറുതെ നിൽക്കാതെ ഓരോ സ്റ്റെപ്പുകൾ കാലൊക്കെ പൊക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭരതനാട്യക്കാർ ഇത്ര പൊക്കില്ല. അത്ര ഒരു ആവേശവും അലിവും. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പൂർവ്വജന്മങ്ങളുടെ തുടർച്ച, അല്ലാതെ എന്താ പറയുക? അല്ലെങ്കിൽ ആ കൊച്ചുകുട്ടിക്ക് എവിടുന്ന് ആർക്ക് പഠിപ്പിക്കാൻ പറ്റും? എന്താണ്, ഡാൻസ് ക്ലാസ്സിൽ പോവാത്ത കുട്ടിയാണത്. അപ്പം അമ്മ ഡാൻസ് കളിക്കും, അത് കണ്ടുപഠിച്ചു എന്നൊക്കെയാ പറയണത്. അപ്പൊ നമുക്ക് ആ വാസന തന്നെയല്ലേ അതിന് കാരണം? ആണോ? പറയൂ. അപ്പം കഴിവില്ലാത്ത, നോക്കൂ, കഴിവില്ലാത്തതായ ബീജങ്ങൾ ഇല്ല. കഴിവും ഒക്കെ ഉള്ള ബീജങ്ങളുണ്ട്. പക്ഷേ അണ്ടം സെലക്ട് ചെയ്യുന്നത്
കുരുത്തം കെട്ടതായാൽ അനുഭവിച്ച് തീർക്കന്നെ വേണം. നല്ലതിനെ പിടിക്കാതെ അപകടം പിടിച്ചതിനെ പിടിച്ചാൽ അനുഭവിച്ച് തീർക്കുക തന്നെ വേണം. മനസ്സിലാവുണ്ടല്ലോ? വ്യാസബീജമാണ് അംബികയും അംബാലികയും ദാസിയും സ്വീകരിച്ചത്. പക്ഷെ ദാസിയിൽ വ്രതനിഷ്ഠ കൊണ്ട് വിതുരൻ എന്ന മഹാനെ കണ്ടെത്തി. എന്നാൽ അംബികയിലും അംബാലികയിലും അന്ധനായ ധൃതരാഷ്ട്രയും രോഗിയായ പാണ്ഡുവിനെയും പിടിച്ചു. എല്ലാം വ്യാസന്റെ തന്നെയാണ് ബീജം. പക്ഷെ എടുത്തത് കൊള്ളരുതാത്തതായിപ്പോയി. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പഴയ കാലം മുതൽക്ക് തന്നെ ഒരു വ്രതനിഷ്ഠയുടെ ജീവിതം ആണുങ്ങളെക്കാൾ കൂടുതൽ പറഞ്ഞു വെച്ചുള്ള തിങ്കളാഴ്ച വ്രതം, ആ വ്രതം, പ്രദോഷ വ്രതം, ഈ വ്രതം എന്നതൊക്കെ. അത് നമ്മുടെ കേരളത്തിൽ ഇന്ന് ആകെ ഒരു വ്രതം രാവിലെ കടന്നുറങ്ങുന്ന വ്രതമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ.